നിന്റെ കോണ്ടാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ വിളിച്ചിട്ട് നീ ഇപ്പൊ പ്രപ്പോസ് ചെയ്യണം. ബില്ലടിക്കുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേ? ഗൈസ്, അങ്ങനെ നമ്മൾ റീൽസ് എടുക്കാനുള്ള ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ടൊരു സംഭവം വന്നത്. അവനൊരു ചലഞ്ച് കൊടുക്കാം. അവൻ എന്തായാലും അവിടെ ഇരിപ്പുണ്ട്, അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്കാം. അവൻ ഇത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്നും അറിയത്തില്ല. നിനക്ക് ഞാൻ ഒരു ചലഞ്ച് തരാം. അതായത് നിന്റെ കോണ്ടാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ വിളിച്ചിട്ട് നീ ഇപ്പൊ പ്രപ്പോസ് ചെയ്യണം. പ്രപ്പോസ് ചെയ്യാനോ? ആ, ഏതെങ്കിലും ആരായാലും മതി. കോണ്ടാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ വിളിച്ചിട്ട് നീ ഇപ്പൊ പ്രപ്പോസ് ചെയ്യണം. ഇതാണ് നിന്റെ ചലഞ്ച്. എടാ വിളി, ആരെങ്കിലും ഒരാളെ വിളിച്ച് പ്രപ്പോസ് ചെയ്താൽ, നിന്റെ കോണ്ടാക്റ്റിലെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ വിളിച്ച് പ്രപ്പോസ് ചെയ്താൽ ധൈര്യം ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തിനു പറയും? ആരെങ്കിലും ഒക്കെ കാണുമല്ല, ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ. പ്രശ്നമാവോ? ഒരു പ്രശ്നമില്ല, ഇത് ജസ്റ്റ് ഒരു വീഡിയോ അല്ലേ, ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് ചെയ്താൽ മതി. ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമാകണമെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി, ഇങ്ങനെ വീഡിയോ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതി. നോക്ക്. ഓക്കെ, അങ്ങനെ അവൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവൻ കോൾ ചെയ്യാൻ പോണ, ആരെങ്കിലും വിളി. അങ്ങനെ അവൻ കോൾ ചെയ്യാൻ പോവാണ് ഗൈസ്. എന്താവുന്നത് അറിയത്തില്ല, മിക്കവാറും ഇത് പണിയാവോ എന്തോ. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, നീ ധൈര്യമായിട്ട് വിളിക്കണ. ബില്ലടിക്കുന്നുണ്ട്. ഫോണും എടുക്കണ്ടേടാ, നീയാണെന്ന് അറിഞ്ഞ കേട്ടോ. ഞാൻ ഫോൺ പോലും എടുക്കണ്ട. എടുക്കും, നോക്ക്. ഹലോ ഹലോ ഹലോ, കേക്കാവോ? ഹലോ, എവിടാ? എന്തൊരു പരിപാടി? അല്ല, സുഖം തന്നെ. അല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ വിളിച്ച് തിരക്കാണാ? പിന്നെ ഞാൻ വിളിച്ചതേ, വേറെ ഒന്നും വിചാരിക്കില്ല ചേട്ടാ. പിന്നെ ഞാനേ വേറെ ഒന്നും വിചാരിക്കില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. സീരിയസ് ആയിട്ട്. കുറെ നാളുകൊണ്ടുള്ള ഇപ്പോഴാണ് ഇപ്പൊ പറയാന്ന് വിചാരിച്ചു. വേറെ സീരിയസ്, ഞാൻ എന്തൊരു കള്ളം പറഞ്ഞ സീരിയസ് ആയിട്ട്. നീ കളിയാക്കാറ പോലെ വിചാരിക്കല്ലേ, സീരിയസ് ആയിട്ട് പറഞ്ഞ. നീ അങ്ങനെ സീരിയസ് ആയിട്ട് നീ വിശ്വസിക്കാൻ പറ്റില്ലേ? ഞാൻ എന്തിനു പറയാ, നിങ്ങളല്ല, സീരിയസ് ആയിട്ട് സത്യം. ഞാൻ സത്യമായിട്ട് പറ്റിക്കാൻ പറയൂ. പെട്ടെന്നല്ല, കുറച്ച് ആളുകൾ ഉള്ളത് തന്നെ ഇപ്പൊ പറയാന്ന് വിചാരിച്ചു. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേ എന്ന് പറ്റിക്കാനല്ല, സീരിയസ് ആയിട്ട്. നീ ഇത്ര മാത്രം പറഞ്ഞാ മതി, നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേ? അതെന്ത്? സീരിയസ് ആയിട്ട് ഞാൻ എന്തിനു കളിപ്പിക്കാൻ പറയണ, സീരിയസ് ആയിട്ട് പറഞ്ഞത്. കുറെ നാളായി.
ഹലോ കേക്ക തന്നെ കേക്ക തന്നെയെന്ന് എന്തേലും പറ. അങ്ങനെ ഇല്ലേ ഇഷ്ടമല്ലേ ഉള്ളത് പോലെ പറഞ്ഞു കുഴപ്പമില്ല. ചുമ്മാ അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇല്ലേ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നിനക്ക് കള്ളം പറയൂ. നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം കുഴപ്പമില്ല. ഉള്ളത് പോലെ പറഞ്ഞേ. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഹലോ പറ ഇരിക്കാം. ഇല്ല നീ എന്തെങ്കിലും പറയോ? അപ്പൊ സീരിയസ് ആയിട്ട് ഞാൻ എന്തിനു കള്ളം പറയണം? സമാധാനം ഇപ്പൊ പറഞ്ഞ അത്രയ്ക്ക് നന്നായിരുന്നു. ഹലോ നിന്റെ മനസ്സിൽ തോന്നാൻ നീ പറഞ്ഞു കുഴപ്പമില്ല. ഏ ഏ ഓ വിഷമൊന്നുമില്ല. നീ നിന്റെ മനസ്സിൽ തോന്നാൻ എനിക്ക് പറയാം. ഒരു പ്രശ്നമില്ല. ഞാൻ എന്റെ മനസ്സിൽ തോന്നി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ പിന്നെ ഇപ്പൊ പറയും. നീ എത്ര തവണ പറയണ സീരിയസ് ആയിട്ട് എന്ത്? നീ ടെൻഷൻ ആകല്ലേ? ഹലോ പറയടാ. ഹലോ പറ. ഓക്കെയാ എനിക്കും മനസ്സിലായില്ല. ആയിരുന്ന ആളെന്താ ആണാ? ഞാനേ ഞാൻ കുറച്ച് കഴിഞ്ഞ് പിടിക്കാം കേട്ടാ. ഓക്കെ ആരത്തും പറയാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. ഇല്ലടാ ഇത് ഞാൻ വിശ്വസിക്കൂല. ഇത് ഞാൻ വിശ്വസിക്കൂല. ഇല്ല ഇല്ല ഇത് ഞാൻ വിശ്വസിക്കൂല. അവള് നിന്നെ പ്രാങ്ക് ചെയ്തേണ്ടടാ. ഇത് എന്നാലും എങ്ങനെ ഇത് എടാ അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി? പാവം കിട്ടൂടാ. എന്തൊരു പാവം കിട്ടായി? പാവോ? ഞാൻ വിചാരിച്ച ആദ്യം ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഓക്കെ അങ്ങനെ പിന്നീട് ഇഷ്ടമല്ലെന്ന് പറയൂ. ഓ സമാധാനമായില്ലേ? പൊട്ടാൻ ലോട്ടറി അടിച്ചു. ഗൈസ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. വീഡിയോ അവസാനിക്കുമ്പോൾ എനിക്ക് സങ്കടവും അവന് സന്തോഷവുമാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ അവനും പെണ്ണ് സെറ്റായി. എല്ലാവർക്കും ബൈ.